ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വ്യാജ പ്രചരണങ്ങളും നമ്മുടെ സമൂഹത്തിൽ ശക്തമാവുകയാണ്. പക്ഷേ മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത രീതിയിൽ ഏറ്റവും കൂടുതൽ വ്യാജ പ്രചരണങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് വടകരയിലെ LDF സ്ഥാനാർത്ഥിയായ KK ശൈലജ ടീച്ചറിനെയാണ്. ശൈലജ ടീച്ചറിനെ ലക്ഷ്യമിട്ടുള്ള ഒന്നിലധികം വ്യാജ പ്രചരണങ്ങൾ ഇതിനോടകം പല ഫാക്ട് ചെക്കിംഗ് ടീമുകൾ പൊളിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി ശൈലജ ടീച്ചറിനെതിരെ പ്രചരിക്കുന്ന വ്യാജ പ്രചരണം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടാണ്. ലവ് ജിഹാദ് ഉണ്ട് എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്ന നിലയിൽ മാതൃഭൂമി ന്യൂസിൻ്റേത് എന്ന രീതിയിലുള്ള ഒരു കാർഡാണ് ഫേസ്ബുക്കിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. ലീഗ് കോൺഗ്രസ് അനുകൂലികളാണ് ഈ കാർഡ് പ്രചരിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത്. ഈ കാർഡ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഈ കാർഡിൽ പറയുന്നത് ലവ് ജിഹാദ് ഉണ്ട്, ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലവ് ജിഹാദിൽ പെടുത്തിയിട്ടുണ്ട് എന്ന് KK ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന നിലയിലാണ് ഈ കാർഡ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തെ വസ്തുത എന്ന് പറയുന്നത് ശൈലജ ടീച്ചർ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എന്നും ലവ് ജിഹാദ് എന്ന മിഥ്യാസങ്കല്പത്തിനെതിരെ നിലപാട് സ്വീകരിച്ച വ്യക്തി കൂടിയാണ് ശൈലജ ടീച്ചർ. ഇത് മാത്രമല്ല, മാതൃഭൂമി തന്നെ ഇങ്ങനെ ഒരു കാർഡ് തങ്ങളുടേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിനു പുറമെ ശൈലജ ടീച്ചർ തന്നെ തങ്ങളുടെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ കാർഡിനെ ചൂണ്ടിക്കാണിച്ച് ഇത് വ്യാജമാണ് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഇത്തരം വ്യാജ പ്രചരണങ്ങളിലേക്ക്, അതും നീചമായ തരം താഴ്ന്ന വ്യാജ പ്രചരണങ്ങളിലേക്ക് നീങ്ങാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത് പരാജയ ഭയം ഒന്ന് മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന് കാരണം മണ്ഡലത്തിൽ ചർച്ചയാകുന്ന പ്രധാന വിഷയങ്ങളിൽ നിലപാട് പറയാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച് വ്യാജ പ്രചരണങ്ങളിൽ അഭയം തേടുന്നത്. CAA പോലെയുള്ള വിഷയങ്ങളാണ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. എന്നാൽ CAA വിഷയത്തിൽ LDFന് വളരെ നേരത്തെ തന്നെ ഒരു നിലപാട് സ്വീകരിച്ച് ആ നിലപാട് ജനങ്ങളെ അറിയിക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? CAA വിഷയത്തിൽ അവരുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുന ഖാർഗെയോട് നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് പറയാമെന്നായിരുന്നു മല്ലികാർജുന ഖാർഗെയുടെ മറുപടി. മല്ലികാർജുന ഖാർഗെയുടെ ആ നീണ്ട ഉറക്കം ഇതുവരെ ഉണരാത്തത് കൊണ്ടാകണം ഇതുവരെ കോൺഗ്രസിന് CAA വിഷയത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തു തന്നെയായാലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ വടകരയിൽ കോൺഗ്രസ് പരാജയത്തെ മുന്നിൽ കാണുന്നു എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ 84,663 വോട്ടുകൾക്ക് വിജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ് വടകരയെങ്കിലും വടകരയുടെ അടിസ്ഥാന സ്വഭാവം അത് ഇടത് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊന്ന് നോക്കിയാൽ മതിയാകും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷത്തിനിപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകര നിയമസഭാ മണ്ഡലം ഒഴികെ മണ്ഡലത്തിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചത് LDF ആയി. LDFന് വടകര ലോക്സഭാ മണ്ഡലത്തിൽ 74,284 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചു എന്ന കാര്യവും UDF ക്യാമ്പിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ LDFൻ്റെ ഫിക്സഡ് ആയ വോട്ട് ബാങ്ക് വടകര അവർക്ക് ഒരു ഭയവുമില്ലാതെ ഏത് തരംഗമുണ്ടായാലും അവരിൽ നിന്ന് മാറാത്ത ഫിക്സഡ് വോട്ട് ബാങ്കും ശൈലജ ടീച്ചറിൻ്റെ വ്യക്തിപ്രഭാവവും കൂടി ചേരുമ്പോൾ കോൺഗ്രസ് അതിൻ്റെ സിറ്റിംഗ് സീറ്റിൽ പരാജയം മണക്കുന്നു എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ലീഗ് കോൺഗ്രസ് അണികൾ ഇങ്ങനെ വ്യാജ പ്രചരണത്തിലൂടെ ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്താം എന്ന മിഥ്യാധാരണയിലേക്ക് പോകുന്നത്. എന്തായാലും ശൈലജ ടീച്ചറിനെതിരായ ഒരു വ്യാജ പ്രചരണം കൂടി പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ശൈലജ ടീച്ചർ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ മാതൃഭൂമി ന്യൂസിൻ്റേത് എന്ന് പ്രചരിക്കുന്നത് ഒരു വ്യാജ കാർഡ് മാത്രമാണ്.